മുത്തുമ്പോഴും അതിൻ്റെ യാത്ര വീണ്ടും എത്തി നിൽക്കുകയാണ്. ഒ.എൻ.വി. സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിൽ പാടുക അല്ലെങ്കിൽ പാട്ട് പാടി ഇങ്ങനൊരു വാക്ക് അദ്ദേഹം എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇതാണല്ലോ നമ്മൾ തേടുന്ന വിഷയം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ചിത്രം ഏതായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അതിമനോഹരമായൊരു ചിത്രമാണ്. മോഹൻലാൽ സാർ അഭിനയിച്ച അൽ സാറാണ് ഇതിൻ്റെ സംവിധായകൻ. രവീന്ദ്ര മാഷാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ. ഇതിൽ യേശുദാസ് സാർ പാടിയ ഒരു മനോഹരമായ ഗാനമുണ്ട്. ചിത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു സസ്പെൻസ് പോലെ പറഞ്ഞതാണ്. സൂര്യഗായത്രി. ഒരു അച്ഛൻ മകൻ തമ്മിലുള്ള ബന്ധമൊക്കെ ഉള്ള ചിത്രമാണ്. നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഇതിൽ രവീന്ദ്ര മാഷിൻ്റെ അതിമനോഹരമായ സംഗീതത്തിൽ ഒ.എൻ.വി. സാറിൻ്റെ പാട്ടുകളിൽ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് വരുന്ന പാട്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൂര്യഗായത്രി എന്നുള്ള ചിത്രത്തിലെ യേശുദാസ് സാർ ആലപിച്ച ഗാനമാണ് തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോ താമരതൻ തണ്ട് പോ കോമളമാം പാണികൾ തഴുകുമൻ കൈകളും തരളിതമായി സഖി തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ. പല്ലവി ഇങ്ങനെയാണ് അതിമനോഹരമായി ആലപിക്കുന്നത്. തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ. അനുപല്ലവിയിലാണ് നമ്മൾ തേടുന്ന ആ പദം വരുന്നത്. അനുപല്ലവി ആരംഭിക്കുന്നത് ചന്ദന സുഗന്ധികൾ ജമന്തികൾ വിടർന്നുവോ മന്ദിരാങ്കണത്തിൽ നിന്റെ മഞ്ജുഗീതം കേൾക്കവേ കാറ്റുമൂളം തണ്ടിലൂതും കാറ്റുപോലണഞ്ഞ നിൻ പാട്ടിലേഴുമാസ്വരങ്ങൾ പാടി നിന്നു ഞാൻ. ചന്ദന സുഗന്ധികൾ എന്ന് തുടങ്ങി വന്നിട്ട് അവസാനം കാറ്റുമൂളം തണ്ടിലൂതും കാറ്റുപോലെ അണഞ്ഞു നിൻ പാട്ടിലേഴും ആസ്വരങ്ങൾ. കണ്ടോ, അവിടെയാണ് അദ്ദേഹം പാട്ടിലേഴും ആസ്വരങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു ഗാനമുണ്ട്. അതൊരു സെമി ക്ലാസിക്കൽ ഗാനം തന്നെയാണ്. യേശുദാസ് സാറും ശ്രീ കൃഷ്ണേന്ദ്രേട്ടനും ചിത്രേച്ചിയും കൂടെയാണ് പാടിയിരിക്കുന്നത്. അച്ഛനും മകനും കൂടെ നടത്തുന്ന ഒരു സംഗീത അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളും വരികളും പറയുന്ന ഒരു രീതിയിലാണ് ആ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി, രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി. ഇനി ഇതിന് ഇടയ്ക്ക് അനുപല്ലവി ഇടയ്ക്കായിട്ട് വരുന്ന ഭാഗത്ത് ഈ പാട്ട് അങ്ങനെ പ്രത്യേക രീതിയിലാണ് എൻ്റെ സ്ട്രക്ചർ. പൂങ്കുയിൽ പാടി പാടി പൂണര്. കണ്ടോ, പൂങ്കുയിൽ പാടി പാടി പൂണര്. ഉടൻ തന്നെ അവിടെ തുടങ്ങുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആ വാക്കിൻ്റെ ശൈലി. പൂങ്കുയിൽ പാടി പാടി പൂണര്, പൂങ്കുയിൽ പാടി പാടി പൂണര് പറഞ്ഞല്ലോ അനുപല്ലവിയിൽ. മാർഗഴി മഞ്ഞിൽ മുങ്ങി കാറ്റുണര്, തിരയാടുന്നു പുഴയോരത്തെ തിന തേടും തേൻകിളി പാടുന്നു. കണ്ട, വീണ്ടും തിന തേടും തേൻകിളി പാടുന്നു എന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ പാടുന്നു പാടുന്നുള്ള വാക്കുതാ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. കേട്ടു നോക്കൂ. തിന തേടും തേൻകിളി പാടുന്നു. പിന്നെ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ സ്വരമാണ്. സ്വരം പാടുന്നു, അതിനനുസരിച്ചുള്ള സാഹിത്യം മകൻ പാടുന്നു. അങ്ങനെ ഒരു മത്സരം പോലെ അതിനാണ് പാടുന്നത്. സരിമ സരിമപ ഈയഴ കലകളിൽ പാനിസ പനിസരി ഈ കുളിരലകളിൽ രിമരിരി സസനിനി ഉലകമിതഖിലവും പാപ്പനീനി സസരീരി. ഇത്രയാണ് അവന് പറയുന്നത്. അപ്പോൾ വീണ്ടും അപ്പോഴാണ് ഫീമെയിൽ വെർഷൻ്റെ ശബ്ദം വരുന്നത്. മരിച്ചുപോയ അമ്മ വരുന്നതായിട്ടാണ്. നീന്തിടുന്നു പാടുദേവി സരസ്വതി. കേട്ടോ, നീന്തിടുന്നു പാടുദേവി നീ സരസ്വതി. കണ്ടോ, അവിടെ പാടു എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. നീന്തിടുന്നു പാടുദേവി സരസ്വതി. അങ്ങനെയാണത് വീണ്ടും അവിടെ ആ വാക്ക് അദ്ദേഹം ഈ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസാന ചരണത്തിൻ്റെ ഭാഗത്തിലെത്തുമ്പോൾ ഈ നിശചാർത്തി ചാന്ദ്രശ്രീ തിലകം ഈ വനമുല്ലയ്ക്കെന്തേ പൂങ്കുളിരോ കടൽ തേടിപ്പോ നദി പാടുന്നു. കണ്ടോ, കടൽ തേടിപ്പോകുന്ന നദി പാടുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ ആ വാക്ക് വീണ്ടും ഉപയോഗിച്ചിരിക്കുകയാണ്. കടൽ തേടിപ്പോ നദി പാടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് ഗാനങ്ങളിലും, തമ്പുരു കുളിർച്ചൂടിയോ എന്നുള്ള ഗാനത്തിലും ഈ പറഞ്ഞ ഗാനത്തിലും രാഗം താനം ഒയിനുസാർ ആ വാക്ക് പല പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ മറ്റൊരു ഗാനമുണ്ട്, അതും കൂടെ പരാമർശിച്ചിട്ട് പോവാം. ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം ചാഞ്ചക്കം താമരപ്പൂമിഴിയിൽ ചാഞ്ചാടും സ്വപ്നമേതോ. അങ്ങനെ 3 ഗാനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് സൂര്യഗായത്രി എന്നുള്ള അതിമനോഹരമായ ചിത്രത്തിലെ അതിമനോഹരമായ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് തൽക്കാലം വിട പറയുകയാണ്. ഇനിയും എന്താ പറയുന്ന തേൻ തുളുമ്പി നിൽക്കുന്ന ഒയിനുസാറിൻ്റെ ഗാനങ്ങളും അതിലെവിടെയൊക്കെ പദമുണ്ടെന്നുള്ള അന്വേഷണവുമായി തിരിച്ചു വരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കുക.